പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്കിലോട്ട് നമ്മൾ കടക്കുകയാണ്. നമ്മൾ പാരാമെട്രിക് ഫോമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അതിൻ്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് കാണുന്നത് ശ്രദ്ധിക്കണേ. ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ എ പാരാമെട്രിക് ഫോം. അപ്പോൾ നമ്മൾ പാരാമെട്രിക് എന്താണെന്നുള്ള ഐഡിയ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. Consider the functions x is equal to f of t and y is equal to g of t. രണ്ട് ഫങ്ഷൻസ് ആണ്. x is equal to f of t, then y is equal to g of t. രണ്ട് ഫങ്ഷൻസ് x ഉം y. അത് പാരാമീറ്റർ t ഇട്ട് രണ്ട് കണക്ട് ചെയ്യുന്ന t എന്ന പാരാമീറ്റർ അതാണ് പറഞ്ഞിരിക്കുന്നത്. Here x and y are connected by a third variable t. അതൊരു വേരിയബിൾ തന്നെയാണ്. തേർഡ് വേരിയബിൾ t എന്ന് പറയും. അപ്പോൾ നമ്മൾ x is equal to f of t and y is equal to g of t. ഇവിടെ ആ എക്സും വൈയും ഒരു തേർഡ് വേരിയബിൾ ഒരു പാരാമീറ്റർ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അത് ടി എന്ന് വിളിക്കും. ടി വേറെ പാരാമീറ്റർ ചിലപ്പോൾ തീറ്റ എന്നായിരിക്കും. എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് പാരാമീറ്റർ തീറ്റ ആയിട്ട് വരെ കൺസിഡർ. അത് ക്വസ്റ്റ്യനെ ആശ്രയിച്ച് നമുക്ക് അതനുസരിച്ച് എഴുതിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഫങ്ഷൻസിന് നമ്മൾ എന്ത് പറയുന്നു? പാരാമെട്രിക് ഫങ്ഷൻസ് വിത്ത് പാരാമീറ്റർ ടി എന്ന് പറയും. അപ്പോൾ എന്താ പാരാമെട്രിക് ഫങ്ഷൻസ് മനസ്സിലാക്കിയാൽ അതിൻ്റെ ഡെറിവേറ്റീവിലോട്ട് നമുക്ക് കാണാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ എഫ് ഓഫ് ടി, വൈ ഇസ് ജി ഓഫ് ടി, രണ്ട് പാരാമെട്രിക് ഫങ്ഷൻസ് നമ്മൾ എടുക്കുന്നു വിത്ത് പാരാമീറ്റർ ടി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. If x and y are parametric functions with the parameter t, then by using chain rule we can write എന്താണ് dy by s. അപ്പോൾ ഞാൻ പറഞ്ഞു x is equal to f of t, y is equal to g of t ആണെങ്കിൽ dy by dx കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. നമ്മൾ x is equal to x നെ with respect to t ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ dx by dt കിട്ടും. അതുപോലെ y വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? dy by dt കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? dx by dt കിട്ടി, dy by dt കിട്ടി. എന്നിട്ട് then dy by dx കാണാൻ നമ്മൾ ചെയ്യുന്നത് ഞാൻ പ്രത്യേക ബോക്സ് കിട്ടും. dy by dx കാണാൻ നമ്മൾ ഈ dy by dt യെ നമ്മൾ എന്ത് ചെയ്യണം? dx by dt കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇവിടെ dy by dt ഡിവൈഡഡ് ബൈ dx by dt. ദാറ്റ് ഈസ് ദ dy by dx. നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ ജസ്റ്റ് ഈ ഡിറ്റിയും ഡിറ്റിയും ക്യാൻസൽ ചെയ്തുപോലെ dy by dx. അപ്പോൾ dy by dx കാണാൻ ശ്രദ്ധിക്കുക. മനസ്സിൽ വെക്കേണ്ട ഫോർമുല വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. dy by dt ഡിവൈഡഡ് ബൈ dx by dt. ദെൻ അങ്ങനെ ഇവിടെ കണ്ടീഷൻ കൂടി ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. dx by dt നോട്ട് ഈക്വൽ ടു 0. കാരണം ഇത് 0 ആയിക്കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് വരും. അതുകൊണ്ടാണ് dy by dx is equal to dy by dt divided by dx by dt എന്ന് പറയുന്നതോടൊപ്പം തന്നെ provided dx by dt not equal to 0. This process of differentiation, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? then parametric differentiation എന്ന് പറയുന്നു ഈ പ്രോസസ്സിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക, തെറ്റൊന്നും വരുത്തരുത്. then എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലോട്ട് കടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പാരാമെട്രിക് ഫങ്ഷൻസ് എന്താന്ന് പഠിച്ചു. എങ്ങനെയാണ് അതിന്റെ ഡെറിവേറ്റീവ് കാണുക എന്ന് പഠിച്ചു. ഞാൻ പറഞ്ഞു dy by dx is equal to dx by dt നമ്മൾ കണ്ടുപിടിക്കണം. then dy by dt കണ്ടുപിടിക്കണം. എന്നിട്ട് dy by dt യെ dx by dt കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് dy by dx കിട്ടുന്നതെന്ന് ഞാൻ നമ്മൾ പറഞ്ഞു. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഒന്ന് ശ്രദ്ധിക്കാം. If x is equal to at square and y is equal to 2at, then without eliminating the parameter, ഇവിടെ പാരാമീറ്റർ t ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ dy by dx കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കണേ. x is equal to at square, y is equal to 2at. കണ്ട, ഇപ്പൊ എക്സും വൈ ഇവിടെ ഒരു തേർഡ് വേരിയബിൾ പാരാമീറ്റർ ടി കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ dy by dx കണ്ടുപിടിക്കുക. ഇതുവരെ നമുക്ക് തന്ന y is equal to എന്നാ തന്നതിന് dy by dx കാണാൻ പറഞ്ഞു. അല്ലെ y നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് നമ്മൾ dy by dx കാണാൻ. ഇവിടെ അങ്ങനെയല്ല, എക്സും വൈയും സെപ്പറേറ്റ് തന്നിരിക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ഒരു പാരാമീറ്റർ ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഈ എക്സിന് വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, y വിത്ത് റെസ്പെക്ട് ടു ടി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് dx ബൈ dt കിട്ടും, dy ബൈ dt കിട്ടും. ദെൻ dy ബൈ dt യെ dx ബൈ dt കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? dy ബൈ dx കണ്ടുപിടിക്കാം. അതാണ് അതിന്റെ മെത്തേഡ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നമുക്ക് എടുത്തെഴുതുക, given x is equal to at square, then dx by dt എന്ന് പറയുന്നത് dx by dt അതായത് ഡെറിവേറ്റീവ് ഓഫ് x with respect to t. ഇവിടെ കോൺസ്റ്റന്റ് നിങ്ങളോട് പറഞ്ഞു. എന്ത് വരും? a into then t square, x square ഡെറിവേറ്റീവ് 2x എന്ന് പറയുന്നത് ഇവിടെ with respect to t ആയതുകൊണ്ട് t square ന്റെ ഡെറിവേറ്റീവ് വരും 2t. അപ്പോൾ ശ്രദ്ധിക്കുക 2t. അപ്പോൾ ഈ കോൺസ്റ്റന്റ് a into constant into ഡെറിവേറ്റീവ് ഓഫ് t square with respect to എന്താണ്? then നമ്മൾ t with respect to t. അപ്പോൾ x square with respect to x എന്ന് പറയുന്നത് t square with respect to t, that is 2t, that is 2at. ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതുമ്പോൾ തന്നെ നമുക്ക് 1 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ y is equal to 2at എന്ന് തന്നിരിക്കുന്നു. y with respect to t ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരും? that is dy by dt is equal to 2 into a, അത് കോൺസ്റ്റന്റ് 2 into a. t with respect to t ഡിഫറൻഷിയേറ്റ്, x with respect to x ഡിഫറൻഷിയേറ്റ് 1 കിട്ടുന്നവരെ t with respect to t ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും 1, that is 2a into 1, that is equal to 2a. ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്ത് കാണാൻ വേണ്ട? അപ്പൊ dx by dt കിട്ടി, dy by dt കണ്ട്, ഇനി നമുക്ക് dy by dx കണ്ടാൽ മതി. നമ്മൾ ഓൾറെഡി അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു, റിസൾട്ട് എന്താണെന്ന് പഠിച്ചു. then dy by dx is equal to, then dy by dx is equal to ഫോർമുല ആദ്യം എഴുതുന്ന റിസൾട്ട്, that is dy by dt divided by dx by dt. dy by dt divided by dx by dy by dt എന്താ നമുക്ക് കിട്ടിയത്? that is 2a, ന്യൂമറേറ്ററിൽ അപ്പോൾ 2a വരും. ഡിനോമിനേറ്ററിൽ dx by dt എത്ര കിട്ടിയത് നമുക്ക്? dx by dt, that is 2at. ക്ലിയർ? then ഈ 2a യും 2a നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? ന്യൂമറേറ്ററിൽ 1 divided by denominator t, 1 by t. that is the required dy by dx. ക്ലിയർ ആയോ? ശ്രദ്ധിച്ചു നോക്കിക്കേ. എല്ലാ സ്റ്റെപ്പിനും എഴുതിയെന്ന് മനസ്സിലാക്കി നമുക്ക് അടുത്ത പ്രോബ്ലത്തോട് വളരെ ഈസി ആയിട്ട് കടക്കാൻ സാധിക്കും. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ്, dy by dx കാണാൻ നമ്മൾ dy by dt കാണുക, then dx by dt കാണുക, dy by dt dx by dt കൊണ്ട് ഡിവൈഡ് ചെയ്യുക, that is the required dy by dx. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതിയെടുക്കുക, സംശയം ചോദിക്കുകയില്ല, നമുക്ക് അടുത്ത പ്രോബ്ലത്തോട്ട് കടക്കാം. ഓക്കെ കുട്ടികളെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തോട്ട് കടക്കാം. ശ്രദ്ധിക്കണേ. If x and y are connected parametrically by the equation x is equal to a cos theta, y is equal to b sin theta, without eliminating the parameter, find dy by dx. Without eliminating the parameter, find dy by dx. ഇവിടെ പാരാമീറ്റർ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ പാരാമീറ്റർ t ആയിട്ടാണ്. ഇവിടെ എന്താണ്? പാരാമീറ്റർ തീറ്റയാണ്. ഇവിടെ എയും ബിയും കോൺസ്റ്റന്റ്സ് ആണ്, അത് ശ്രദ്ധിക്കുക. അപ്പൊ x is equal to a cos theta എന്ന് വന്നിരിക്കുന്നു, y is equal to b sin theta എന്ന് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ b cos theta, രണ്ട് cos theta ഫോമിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ dy by dx കാണാനാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? ഇവിടെ dy by dt നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തതിന് പകരം ഇവിടെ dy by dθ ആണ് കാണേണ്ടത്. അതുപോലെ dx by dθ കാണണം. എന്നിട്ട് dy by dx എന്ന് പറയുന്നത് dy by dθ ഡിവൈഡഡ് ബൈ dx by dθ എന്നായിരിക്കും. അപ്പോൾ അവിടെ ടിക്ക് വരും, ഇവിടെ തീറ്റ ആണെന്ന് ഒറ്റ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തോട്ട് വരാം. given x is equal to a cos theta, then dx by dθ equal to a into derivative of cos theta with respect to theta, that is minus sin theta.
നമുക്ക് ഇത് എന്താ എഴുതാം? ദാറ്റ് ഈസ് മൈനസ് എ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. മൈനസ് എ സൈൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക കുട്ടികളെ, y is equal to b cos theta എന്ന് തന്നിരിക്കുന്നത്. b cos theta. അങ്ങനെയാണെങ്കിൽ dy by d theta, dy by dt ക്ക് വരെ ഇവിടെ നമ്മൾ dy by d theta, കാരണം theta ആണ് ഇവിടെ പാരാമീറ്റർ. അത് ശ്രദ്ധിക്കണേ. So that is equal to b into derivative of cos theta with respect to theta തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ, that is minus sin theta. That is equal to minus b sin theta. കണ്ടോ? അപ്പോൾ നമുക്ക് dx by d theta കിട്ടി, dy by d theta കിട്ടി. ഇനി dy by dx കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. Then dy by dx is equal to, then dy by dx is equal to എന്താ ഫോർമുല നമ്മൾ പഠിച്ചത്? dy by d theta divided by dx by d theta. That is the equal result. So that is equal to എന്ത് വരും കുട്ടികളെ? മൈനസ് ബി സൈൻ തീറ്റ. കാര്യം dy by d theta നമുക്ക് കിട്ടും മൈനസ് ബി സൈൻ തീറ്റ. Then divide by dx by d theta എന്ത് കിട്ടി നമുക്ക്? മൈനസ് എ സൈൻ തീറ്റ. That is divided by minus a sin theta. ഓക്കെ കുട്ടികളെ, സൈൻ തീറ്റയും സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് ബി ഡിവൈഡ് ബൈ മൈനസ് എ, ഇപ്പൊ പ്ലസ് ആയി പോകും അല്ലേ? മൈനസ് ഡിവൈഡ് ബൈ മൈനസ് പ്ലസ് വരും. അപ്പൊ നമുക്ക് ഇതെന്ത് എഴുതാം? ജസ്റ്റ് ബി ബൈ എ, ജസ്റ്റ് ബി ബൈ എ. അപ്പൊ നമുക്ക് കിട്ടി, എന്ത് കിട്ടി? ഡി ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡി ബൈ ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ബൈ എ. ക്ലിയർ ആയോ? അങ്ങനെ ക്ലിയർ ആയെങ്കിൽ കൃത്യമായിട്ട് എടുത്ത് എഴുതുക, സംശയം ചോദിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണേ. ഫൈൻഡ് dy by dx if x equal to a into t minus sin t. ശ്രദ്ധിക്കണേ, a into t minus sin t and y is equal to a into 1 minus cos t. 1 minus cos t. അങ്ങനെയാണെങ്കിൽ നമ്മളോട് dy by dx കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പാരാമെട്രിക് ഫോമാണ്. ഇവിടെ പാരാമീറ്റർ എന്താണ്? നമ്മുടെ ടി തന്നെയാണ്. ഇവിടെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അത് ശ്രദ്ധിക്കുക. പക്ഷേ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ ഓൾറെഡി ട്രിഗ്നോമെട്രിയിൽ പഠിച്ച ഒരു 2 റിസൾട്ട്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അത് ഞാൻ പ്രത്യേകം ഇവിടെ നമ്മൾ പ്രത്യേകം ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകം നമ്മൾ ഇതിന് ഇട്ടിട്ടുണ്ട്. അറിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സൈൻ ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 sin t by 2 into cos t by 2. അതുപോലെ തന്നെ 1 minus cos t എന്ന് പറയുന്നത് 2 sin square of t by 2. പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അവിടെ നമ്മൾ ടിക്ക് വരെ എക്സ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ വൈ എന്നോ വി എന്നോ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ സൈൻ ടി, ഞങ്ങൾ ഇവിടെ പാരാമീറ്റർ ടി ആയതുകൊണ്ട് അത് തന്നെ ഉപയോഗിച്ചതുള്ളൂ. സൈൻ ടി 2 sin t by 2 into cos t by 2. 1 minus cos t എന്ന് പറയുന്നത് 2 sin square of t by 2. ഈ 2 റിസൾട്ട്സ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കൂടാതെ നമ്മളുടെ dy by dx എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? dy by dt divided by dx by dt ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് നമ്മൾ 0 എന്ന് മനസ്സിൽ കരുതണം, അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. Then given x is equal to a into t minus sin t. T minus sin t. X is equal to a into t minus sin t. Then dx by dt, that is equal to a into a constant a into, then t derivative എന്ത് വരും? That is 1 minus sin t, കാരണം with respect to t നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് t derivative 1. Then sin t derivative എന്ത് വരും? നമ്മൾ പഠിച്ചിട്ടുണ്ട് cos t. അതുപോലെ നമുക്ക് y എടുത്തെഴുതാം. y is equal to, y എന്താണെന്ന് ഇരിക്കുന്നത്? a into 1 minus cos t. Differentiate here. Then with respect to t, dy by dt is equal to എന്ത് വരും? a into 1 into derivative 0, then 0 minus cos t minus sin t, minus sin t. കണ്ടോ? അപ്പൊ
നോക്കി. അപ്പൊ a ഇൻറ്റു 1 വെച്ച് 0 വന്നു. കോസ്റ്റിനെ മൈനസ് സൈൻ ടി. ഇവിടെ ശ്രദ്ധിക്കുക മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അപ്പൊ a ഇൻറ്റു സൈൻ ടി എന്ന് മാത്രം വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു a സൈൻ ടി. അപ്പൊ നമുക്ക് നോക്കിക്കേ, നമുക്ക് dy by dt കിട്ടി, dx by dt കിട്ടി. ഇനി dy by dx കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. Then dy by dx എന്ന് പറയുന്നത് dy by dx is equal to dy by dt divided by dx by dt. dy by dt divided by dx by dt. അപ്പോൾ dy by dt നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്? a sin t. ഇവിടെ നമുക്ക് dy by dt എന്ന് പറഞ്ഞാൽ a sin t. dx by dt നമുക്ക് കിട്ടി. എന്താ കിട്ടിയിരിക്കുന്നത്? dx by dt that is a into 1 minus cos t. a into 1 minus cos t. Clear? അപ്പോൾ നമുക്ക് എടുത്തെഴുതുക രണ്ട് റിസൾട്ട്. then a നമുക്ക് കോൺസ്റ്റന്റ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി sin t divided by 1 minus cos t ആണ്. ശരിക്കും dy dx എന്ന് sin t divided by 1 minus cos t എന്ന് വേണമെങ്കിൽ എഴുതി നിർത്താം. പക്ഷേ നമ്മൾ ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ ഇതിനെ പഠിക്കുന്നുണ്ട്. അവിടെയല്ല നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലോട്ട് കടക്കാനായിട്ട് ചെയ്യാനായിട്ട് വളരെ ഈസി ആയി. അത് നമുക്ക് ഇപ്പോഴേ തന്നെ അങ്ങനെ ചെയ്ത് പോകാം, പഠിച്ചു പോകാം. ദെൻ സൈൻ ടി എന്ന് പറഞ്ഞാൽ നിങ്ങളോട് സൂചിപ്പിച്ചു എന്താണ്? 2 sin t by 2 into cos t by 2 നമ്മൾ പഠിച്ച റിസൾട്ട്. അതുപോലെ 1 minus cos t എന്ന് നിങ്ങളോട് പറഞ്ഞു 2 sin square of t by 2. അവിടെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. എന്ത് കിട്ടും? ദാറ്റ് ഈസ് 2 sin t by 2 into cos t by 2. കണ്ട, sin t യുടെ സ്ഥാനത്ത് നമ്മൾ 2 sin t by 2 into cos t by 2 divided by 1 minus cos t യുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 sin square t by 2. അപ്പോൾ 2 sin square of t by 2. 2 sin square t by 2. ഇനി സിംപ്ലിഫൈ ചെയ്താണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ 2 വേണേൽ ക്യാൻസൽ ചെയ്ത് 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഒരു സയൻസ് ടി ബൈ 2 ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്റർ സയൻസ് സ്ക്വയർ ടി ബൈ 2 ആണ്. അപ്പോൾ ഒരു സൈൻ ടി ബൈ 2 നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. അത് ക്യാൻസൽ കാണിക്കാൻ എൻ്റെ ഇവിടെ 2 ക്യാൻസൽ ചെയ്തെന്നുള്ള കേട്ടോ. ദാറ്റ് ഈസ് അപ്പോൾ ഇവിടെ ബാക്കി നമുക്ക് എന്തുണ്ട്? സൈൻ ടി ബൈ 2 മാത്രം ഉണ്ടാവുള്ളൂ. ഒരു സൈൻ ടി ബൈ 2 ക്യാൻസൽ ചെയ്ത് കാണിക്കാൻ ഞാൻ ഇങ്ങനെ ക്യാൻസൽ ചെയ്തതുള്ളൂ, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ സൈൻ ടി ബൈ 2 ഡിവൈഡ് സയൻസ് സ്ക്വയർ ടി ബൈ 2 ഒരു സൈൻ ടി ബൈ 2 ക്യാൻസൽ, ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു സൈൻ ടി ബൈ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ന്യൂമറേറ്റർ ബാക്കി എന്തുണ്ട് നോക്കിക്കേ. ഇവിടെ നമ്മൾ സൈൻ ടി ബൈ 2 ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ നിന്ന് സൈൻ ടി ബൈ 2 സൈൻ സ്ക്വയർ ടി ബൈ 2 ഒരു സൈൻ ടി ബൈ 2 ക്യാൻസൽ ചെയ്ത് ബാക്കി സൈൻ ടി ബൈ 2 മാത്രമേ ഉള്ളൂ. ബാക്കി അപ്പൊ എന്തുണ്ട് നോക്കി? കോസ് ടി ബൈ 2 ബൈ സൈൻ ടി ബൈ 2 എന്ന് പറഞ്ഞു. കോസ് ടി ബൈ 2 ബൈ സൈൻ ടി 2 കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ട് എക്സ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കോസ് ടി ബൈ 2 ഡിവൈഡ് ബൈ സൈൻ ടി ബൈ 2 കോട്ട് ടി ബൈ 2 എന്ന് എഴുതാൻ പറ്റും. എന്ത് എഴുതാൻ പറ്റും? കോട്ട് ടി ബൈ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് of t by 2. Cot of t by 2. അപ്പോൾ നമുക്ക് എന്താണ്? dy by dx is equal എന്ത് എഴുതാൻ പറ്റും? cot of t by 2. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയപ്പോൾ cot of t by 2. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കാണുന്ന കേസ് വരുന്നുണ്ട്. സെക്കൻഡ് ഓർഡർ d square by dx square നമ്മൾ ലാസ്റ്റ് പാർട്ടിലോട്ട് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എഴുതാൻ അവിടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അതൊന്നും ചെയ്ത് കാണിച്ചത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് നമുക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഒരു ഗ്രേഡിംഗ് പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം. ഗ്രേഡിംഗ് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ 2-3 പാർട്ട് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്തായിരിക്കും സെക്കൻഡ് പാർട്ട്, അതിനെ ബേസ് ചെയ്ത് തേർഡ് പാർട്ട്. ഇങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എക്സാമിന് സാധാരണ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് കൂടുതൽ ചോദിച്ചു കാണുന്നത്. അപ്പോൾ നമുക്കത് നിങ്ങൾ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക. കൺസിഡർ ദ പാരാമെട്രിക് ഫങ്ഷൻസ് എക്സ് ഇസ് ഈക്വൽ ടു a cos ക്യൂബ് തീറ്റ. ശ്രദ്ധിക്കണേ, cos ക്യൂബ് തീറ്റ. cos ക്യൂബ് തീറ്റ വേണമെങ്കിൽ നമുക്ക് cos തീറ്റ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അതുപോലെ y ഇസ് ഈക്വൽ ടു b sin ക്യൂബ് തീറ്റ. sin ക്യൂബ് തീറ്റ നമുക്ക് sin തീറ്റ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ find dx by d theta and dy by d theta, the first part. Then second part of the then show that dy by dx is equal to ഇതാണ് നമ്മൾ ഉപയോഗിച്ച് ചെയ്യേണ്ടത് കേട്ടോ. dy by dx is equal to minus b by a tan theta. അങ്ങനെ നമ്മൾ show. Then third part എന്താണ്?
Hence find the value. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. Hence find the value of 1 minus dy dx all square at theta is equal to pi by 4. Theta value തന്നത്. Theta pi by 4 ആകുമ്പോൾ 1 minus dy dx all square എന്തായിരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ ആവശ്യമുണ്ട്. 3 പാർട്ടാണ്. അപ്പോൾ ഇത് സാധാരണ ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ആവണമെങ്കിൽ നമ്മൾ ഇത് ഈ 2 പാർട്ട് ചെയ്യുമ്പോൾ തന്നെ 2 മാർക്ക് വരും. ഈ പാർട്ട് ചെയ്യുമ്പോൾ 2 മാർക്ക് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവും. ആ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്കൊന്ന് ചെയ്യാം. ശ്രദ്ധിക്കാം. ഫസ്റ്റ് പാർട്ട് dx by d theta കാണാൻ നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്ന x എന്താണെന്ന് എടുത്തെഴുതാം. അപ്പോൾ നമുക്ക് given x is equal to a cos cube theta. ഞാൻ നിങ്ങളോട് പറഞ്ഞു cos cube theta വേണേൽ cos theta whole cube എന്ന് എഴുതാം. നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ കുറെ കൂടി എളുപ്പം അങ്ങനെയായിരിക്കും. നമുക്ക് that is equal to a into cos theta whole cube എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ dx by d theta അതായത് ഡെറിവേറ്റീവ് x with respect to theta. Then that is a into a യുടെ കോൺസ്റ്റന്റ് ആണ്, theta ആണ് പാരാമീറ്റർ. അപ്പോൾ cos theta whole cube ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ u cube ഫോം cos theta നമ്മൾ u എന്ന് കരുതാം. അപ്പോൾ നമുക്ക് u cube നമ്മൾ x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ എന്ന് എഴുതുന്നത്. u ക്യൂബിന്റെ എന്താ എഴുതാം 3u സ്ക്വയർ into derivative of u function rule അപ്ലൈ ചെയ്യണം. മറന്നു പോകരുത്. അപ്പൊ അങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് ഇതിന് u എന്ന് കരുതുന്നത് u ക്യൂബ്. അപ്പൊ നമുക്ക് 3u സ്ക്വയർ u എന്ന് പറഞ്ഞാൽ cos theta. അപ്പൊ cos square theta square 3u square that is 3 cos theta square that is cos square theta into derivative of cos theta into derivative u എന്ന് പറഞ്ഞാൽ cos theta derivative എന്ത് വരും minus sin theta into minus sin theta. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കണേ. ഇപ്പൊ a into u cube എന്ന് പറഞ്ഞാൽ cos theta ആണ് u എന്ന് എടുത്തിരിക്കുക. അപ്പൊ u cube that is 3u square cos theta എന്ന് പറയുന്നത് u എന്ന് പറഞ്ഞാൽ cos theta. അപ്പൊ 3 cos square theta into derivative of u function rule apply അല്ലേ. അപ്പൊ cos theta ഡെറിവേറ്റീവ് വരും minus sin theta. അല്ല അപ്പൊ സ്റ്റെപ്പ് ഡയറക്റ്റ് ആണ്. ഇത്രയും നമ്മൾ ഓരോന്ന് എടുത്ത് എഴുതി ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതിയിരിക്കുകയാണ്. ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. Then that is equal to minus 3a sin theta into cos square theta. അതായത് മൈനസ് നമ്മൾ എടുത്ത് എഴുതി 3a. അപ്പൊ minus 3a sin theta ആദ്യം എഴുതിയുള്ളൂ. അവിടെ മൈനസ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പൊ sin theta into cos square theta. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത എന്താണ്? അടുത്ത നമുക്ക് y is equal to അവർ എന്താ തന്നിരിക്കുന്നത്? y is equal to എന്താ തന്നിരിക്കുന്നത്? b sin cube theta. നമ്മൾ b sin cube theta നേരത്തെ എഴുതിയതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? sin cube theta നമുക്ക് വേണമെങ്കിൽ b into sin theta whole cube b into sin theta whole cube. നോക്കിയ കുട്ടികളെ, ഇപ്പൊ നമുക്ക് ഇത് തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് കാണുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? dy by d theta ഡെറിവേറ്റീവ് of y with respect to theta എന്ത് എഴുതാം നമുക്ക്? that is b into constant into derivative of sin theta whole cube. ഇവിടെ നമുക്ക് വേണമെങ്കിൽ v cube നെ 3v square into derivative of v. നമുക്ക് v എന്ന് പറഞ്ഞാൽ sin theta എന്ന് എടുക്കാം അല്ലേ. അപ്പൊ എന്ത് വരും? that is 3 sin squared theta u square അല്ലെങ്കിൽ v cube 3v square v എന്ന് പറഞ്ഞാൽ sin theta ആണ്. അപ്പൊ sin squared theta into derivative of v എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്താൽ നമ്മൾ sin theta ആണ്. sin theta ഡെറിവേറ്റീവ് എന്ത് വരും? cos theta. sin theta ഡെറിവേറ്റീവ് cos theta. cos theta ഡെറിവേറ്റീവ് എന്താ പഠിച്ചത്? minus sin theta. sin theta ഡെറിവേറ്റീവ് cos theta. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എഴുതാം that is equal to 3b cos theta into sin squared theta. അല്ലെങ്കിൽ നമുക്ക് 3b sin squared theta into cos theta എന്ന് എഴുതാം. ഇല്ലെങ്കിൽ 3b cos theta into sin squared theta എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ രണ്ടും നമുക്ക് കിട്ടി. അതാണ് അവർ ആദ്യത്തെ പാർട്ടിൽ ആവശ്യപ്പെട്ടത്. ഫസ്റ്റ് പാർട്ട്
ഫസ്റ്റ് പാർട്ട് നോക്കിക്കേ, ഫൈൻഡ് dx by d theta and dy by dt. ഇനി അടുത്തത് ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് dy by dx കിട്ടും. അപ്പൊ സെക്കൻഡ് പാർട്ട് ശ്രദ്ധിക്കുക, സെക്കൻഡ് പാർട്ട് dy by dx ഈക്വൽ ടു എന്താ നമ്മൾ ഫോർമുല പഠിച്ചത്, dy by d theta divided by dx by d theta. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാരണം ശ്രദ്ധിച്ചു നോക്കിയാൽ dy by d theta divided by dx by d theta. dy by d theta നമുക്കറിയാം കിട്ടിയിട്ടുണ്ട് എന്താണ്, that is equal to 3b cos theta into sin squared theta. ഇതാണ് എഴുതിയിരിക്കുന്നത്. dx by d theta നമുക്ക് കിട്ടി, എന്താ കിട്ടിയിരിക്കുന്നത്, dx by d theta ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, -3a sin theta into cos squared theta. So divided by -3a sin theta into cos squared theta. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി. നോക്കിക്കേ, 3 3 വേണേ ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ഒരു സൈൻ തീറ്റ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് ഇടാം. ഇവിടെ ഒരു കോസ് തീറ്റ വേണേ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇവിടെ ന്യൂമറേറ്റർ ബാക്കി എന്തുണ്ട്, ബി മൈനസ് ഇവിടെ ഉള്ളതുകൊണ്ട് മൈനസ് ബി എന്ന് വേണേ ഓർത്ത്, കാരണം പോസിറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ്, ദാറ്റ് ഈസ് നെഗറ്റീവ് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്, ഇവിടെ ന്യൂമറേറ്ററിലെ ബാക്കി എന്തുണ്ട്, ബി സൈൻ തീറ്റ, ഒരു സൈൻ തീറ്റ ക്യാൻസൽ ചെയ്തോളൂ, ബാക്കി ഒരു സൈൻ തീറ്റ ന്യൂമറേറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു കോസ് തീറ്റ ക്യാൻസൽ ചെയ്തു, ദെൻ കോസ് തീറ്റ, ഇവിടെ എ ഉണ്ട്, അപ്പൊ എ കോസ് തീറ്റ എന്ന് പറയും. ന്യൂമറേറ്ററിൽ ബി സൈൻ തീറ്റ ഡിവൈഡ്, ഇവിടെ ഡിനോമിനേറ്ററിൽ മൈനസ് എ കോസ് തീറ്റ, മൈനസ് നമ്മൾ ന്യൂമറേറ്ററിലാക്കി എഴുതുന്നു മൈനസ് ബി ബൈ എ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്, ടാൻ തീറ്റ. അപ്പൊ മൈനസ് ബി ബൈ എ ടാൻ തീറ്റ മൈനസ് ബി ബൈ എ ടാൻ തീറ്റ. ക്ലിയർ ആയോ? അതാണ് നമ്മൾ ഒരു സെക്കൻഡ് പാർട്ട് ആവശ്യം. അത് നോക്കി അവർ പറഞ്ഞിട്ടുണ്ട്, ഷോ ദാറ്റ് dy by dx is equal to minus b by a tan theta. നമുക്ക് കിട്ടി മൈനസ് ബി ബൈ എ ടാൻ തീറ്റ. അപ്പൊ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് തേർഡ് പാർട്ടിലോട്ട്. ഓക്കെ, ഇപ്പൊ തേർഡ് പാർട്ട് നോക്ക്. തേർഡ് പാർട്ട് എന്ത് വന്നു കുട്ടികളെ, hence find the value 1 minus dy by dx whole square when theta is equal to pi by 4. അപ്പൊ നമുക്ക് നോക്കാം, then when theta is equal to pi by 4, comma 1 minus dy by dx whole square equal to 1 minus dy by dx നമുക്ക് ഓൾറെഡി കിട്ടിയത് എന്താണ്, മൈനസ് ബി ബൈ എ then tan theta then whole square. 1 minus dy by dx whole square എന്നാ, dy by dx നമുക്ക് കിട്ടിയ എന്താണ്, മൈനസ് ബി ബൈ എ ടാൻ തീറ്റ. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്ത് കിട്ടും, നമുക്കൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. എന്താ പറയുന്നത്, തീറ്റയുടെ വാല്യൂ പൈ പൈ, അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. സോ 1 മൈനസ്, നോക്കി കുട്ടികളെ, ഇവിടെ നമുക്ക് മൈനസ് ബി ബൈ എ ടാൻ തീറ്റ, ടാൻ തീറ്റ ടാൻ തീറ്റ, തീറ്റയുടെ വാല്യൂ നമുക്ക് പൈ ബൈ 4 കൊടുത്തു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു നോക്കുക, തീറ്റയുടെ വാല്യൂ പൈ ബൈ 4 കൊടുത്തു കഴിഞ്ഞാൽ ടാൻ പൈ ബൈ 4, ടാൻ പൈ ബൈ 4 1 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയുടെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ വാല്യൂ 1 ആയിപ്പോയി. മൈനസ് ബി ബൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചെയ്യുമ്പോൾ ഇപ്പോ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് വരും. അപ്പൊ എന്ത് വരും, ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ ആകെ എന്തുണ്ട്, ഓക്കെ, ഇത് നമുക്ക് ഇത് സ്ക്വയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനെ സ്ക്വയർ ചെയ്യണം, ഇതിനെ സ്ക്വയർ ചെയ്യണം, ഇതിനെ സ്ക്വയർ ചെയ്യണം അല്ലെ. ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ബി സ്ക്വയർ ചെയ്യുമ്പോൾ ബി സ്ക്വയർ, എ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ, അപ്പൊ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ടാൻ പൈ ബൈ 4 ആണ് നമ്മൾ വാല്യൂ ഇട്ടത്, ടാൻ പൈ 4 1 ആണ്. അപ്പൊ ഇഫക്റ്റില് നമുക്ക് എന്തുണ്ട്, 1 മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ, ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ സ്ക്വയർ, ഇതിന് സ്ക്വയർ ബി സ്ക്വയർ ഇട്ട് ഇത് എ സ്ക്വയർ ഇട്ടും, ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാലും തീറ്റ പൈ ബൈ 4 ആകുമ്പോൾ ടാൻ പൈ ബൈ 4 ഹോൾ സ്ക്വയർ, ടാൻ പൈ ബൈ 1 ആണ്, 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടും. That is the 1 minus dy by dx whole square when theta is equal to pi by 4. അപ്പൊ 3 പാർട്ട് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇതാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഗ്രേഡിംഗ് പാറ്റേൺ ക്വസ്റ്റ്യൻ ഓരോന്ന് ഗ്രേഡ് അനുസരിച്ച് മിക്കവാറും നമ്മളുടെ ഹയർ സെക്കൻഡറിക്ക് അത് വേറെ CBSE അല്ലാതെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പോൾ നമ്മൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഒരു ഇത് ചെയ്ത് കഴിഞ്ഞ് അതിനെ ബേസ് ചെയ്ത് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നു, അതിനെ ബേസ് ചെയ്ത് തേർഡ് സ്റ്റേജിലോട്ട് പോകും. അതാണ് നമുക്ക് നല്ലൊരു പാറ്റേൺ ആണ്. അപ്പോൾ വളരെ കോൺഫിഡൻസോടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം കൃത്യമായിട്ട് എല്ലാവരും എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ദെൻ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് നമുക്ക് കടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ വ്യത്യസ്തമായ ഒരു പ്രോബ്ലത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. എന്താണ് ഈ സെക്ഷനിൽ നമുക്ക് ലാസ്റ്റ് പ്രോബ്ലം ആണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഡിഫറൻഷിയേറ്റ് sin squared x with respect to e raised to cos x. കണ്ടോ, ഇവിടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻഷിയേറ്റ് sin squared x with respect to e raised to cos x. ഇവിടെ നമ്മൾ പ്രത്യേക പാരാമീറ്ററിന്റെ കേസിൽ എടുത്ത് പറയുന്നില്ലെങ്കിലും ആ ടൈപ്പ് പ്രോബ്ലത്തിൽ പെട്ടതായതുകൊണ്ടാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. പലപ്പോഴും ഇത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. ശ്രദ്ധിക്കണേ. ഡിഫറൻഷിയേറ്റ് sin squared x with respect to e raised to cos x. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ sin squared x നെ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ u എന്ന് വിളിക്കാം, പേര് കൊടുക്കാം. സെക്കൻഡ് ഫംഗ്ഷൻ e raised to cos x നമുക്ക് v എന്ന് വിളിക്കാം. അപ്പോൾ എന്ത് കിട്ടി? u is equal to sin squared x എഴുതാം and v is equal to e raised to cos x. അപ്പോൾ നമ്മുടെ ആവശ്യപ്പെടുന്ന ഡിഫറൻഷിയേറ്റ് u with respect to v, അതായത് du by dv കാണാനാണ് നമ്മൾ ആവശ്യം. ഡെറിവേറ്റീവ് ഓഫ് u with respect to v, that means du by dv എന്താണ് കാണണം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ആദ്യം നമ്മൾ du by dx കണ്ട u with respect to x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിൽ v with respect to x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. നോക്കുക, u sin squared x and du by dx എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ പറഞ്ഞ sin x ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ നമുക്ക് u സ്ക്വയർ ഫോം. അപ്പോൾ അതെന്തൊരു 2u into derivative of u, function of function അപ്ലൈ. അപ്പോൾ sin squared x എങ്ങനെ എഴുതാം? u സ്ക്വയർ എന്ന ഫോമിൽ വന്നാൽ sin x ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 2u, അതായത് sin x ഹോൾ സ്ക്വയർ. അപ്പോൾ 2u into derivative of u, that means 2 sin x into derivative of sin x. sin x ഡെറിവേറ്റീവ് എന്താണ്? cos x. അതാണ് നമുക്ക് 2 sin x into cos x എന്ന് കിട്ടും. നിങ്ങൾ ഇങ്ങനെ എഴുതണം, നമ്മൾ വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അതായത് sin squared x എന്ന് പറയുന്നത് that is sin x ഹോൾ സ്ക്വയർ. അപ്പോൾ u സ്ക്വയർ ഫോം, that is 2u 2 sin x into derivative u, sin x derivative cos x. അതാണ് എഴുതുന്നത് 2 sin x into cos x. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. നമ്മൾ നോക്കിക്കേ, v എന്ന് പറഞ്ഞ എടുത്തത് e raised to cos x. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പോൾ dv by dx എന്ന് പറയുന്നത് ഇതാണ് v. അപ്പോൾ dv by dx ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ആവും. അപ്പോൾ e raised to cos x ഫോം ആണ്. അപ്പോൾ e raised to x എന്ന് പറഞ്ഞാൽ e raised to x ആണ്. പക്ഷേ e raised to cos x ആണ്. അപ്പോൾ e raised to cos x into ഡെറിവേറ്റീവ് cos x ആണ്. അതാണ് നമ്മൾ എഴുതിയത്. നോക്കിക്കേ, e raised to cos x into ഡെറിവേറ്റീവ് ഓഫ് u. ഇവിടെ സ്ഥാനത്ത് cos x ആണ്. അപ്പോൾ നമുക്ക് cos x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് sin x. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കണേ, ബേസിക്കലി e raised to cos x ആണെങ്കിൽ then dv by dx എന്ന് പറഞ്ഞാൽ e raised to cos x into e raised to x and e raised to x into അവിടെ x ന്റെ സ്ഥാനത്ത് cos x ആണ്. അപ്പോൾ into ഡെറിവേറ്റീവ് cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. നമുക്ക് എങ്ങനെ എഴുതാം? that is minus sin x into e raised to cos x. ഇപ്പോൾ രണ്ട് നമുക്ക് കിട്ടി കഴിഞ്ഞു. നോക്കിയേ, ഡെറിവേറ്റീവ് u with respect to x du by dx 2 sin x cos x കിട്ടി. ഡെറിവേറ്റീവ് v with respect to dv by dx is equal to minus sin x e raised to cos x. രണ്ട് നമുക്ക് ആക്കി. ഇനി എന്ത് ചെയ്യണം? therefore ഡെറിവേറ്റീവ് u with respect to v, അതാണ് നമ്മുടെ ആവശ്യം. ഡെറിവേറ്റീവ് u with respect to v, that is du by dv. അപ്പോൾ ശ്രദ്ധിക്കണേ, റിസൾട്ട് that is നമ്മളിവിടെ എഴുതുമ്പോൾ ആദ്യം du by dx ആണ് ന്യൂമറേറ്റർ എഴുതേണ്ടത്. കാരണം ഡെറിവേറ്റീവ് u with respect to v, that is du by dx divided by dv by dx. പ്രത്യേകം നോട്ട് ചെയ്യണം, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. So that is equal to എന്താണ്? du by dx എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇവിടെ കിട്ടിയിട്ട് 2 sin x cos x. Then dv by dx കിട്ടിയ minus sin x into e raised to cos x. അപ്പോൾ നമുക്ക് വേണം നോക്കിയ കുട്ടികളെ, ഈ sin x ക്യാൻസൽ ചെയ്ത് കളയാം.
ബാക്കി ന്യൂമറേറ്ററിൽ എന്തുണ്ട് 2 cos x മൈനസ് 2 cos x, കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ മൈനസ് കൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിൽ മൈനസ് 2 cos x എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ബാലൻസ് ഉള്ളത് e raised to cos x, e raised to cos x ഡിനോമിനേറ്റർ. അതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് du by dv എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് എഴുതുകയാണെങ്കിൽ therefore derivative of sin squared x with respect to e raised to cos x അതാണ് നമ്മുടെ ആവശ്യമുള്ളത്. That is equal to minus 2 cos x divided by e raised to cos x. ക്ലിയർ ആയില്ലേ? വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. പക്ഷേ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിച്ചാൽ ഇതേ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയം ചോദിക്കുക. ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലെ വേറൊരു ടോപ്പിക് നമുക്ക് എടുക്കാം. താങ്ക് യു.